ഏകാദശിയാണ് ഇവിടുത്തെ ഏകാദശി. അതും ഇതുമാതിരി 8-10 ദിവസത്തെ വിളക്കാചാരത്തോടുകൂടി നടന്നു വരുന്നുണ്ട്. പിന്നെ ശ്രീരാമനവമി, കർക്കിടക മാസം, ഇതൊക്കെ ഇവിടുത്തെ ആഘോഷങ്ങളിൽ പെടും. ഋഗ്വേദത്തിൻ്റെ ഉപാസനയാണ് പ്രധാനം. അത് ഇവിടെ കേരളത്തിൽ തിരുനാവായ, തൃശ്ശൂർ അങ്ങനെ 2 യോഗം ആണ് വേദം പഠിക്കുന്നവരുള്ളത്. അവരുടെ പാണ്ഡിത്യം അളക്കുന്ന ഒരു മത്സരമാണ് അത്. ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഒരു ഹനുമാൻ്റെ പ്രതിഷ്ഠയുണ്ട്. ആ തറയിൽ വെച്ചിട്ടാണ് അത് നടക്കുന്നത്. മിഴാവ് പൂജിക്കുന്നത്, മിഴാവ് പൂജിക്കില്ല. ഇവിടെ ഈ അങ്കുരിയാങ്കം കൂത്തുണ്ട്. അങ്കുരിയാങ്കം കൂത്തിന് മിഴാവിനെ പൂജിച്ച് അതിന് ഈ ഷോഡശ സംസ്കാരം എന്ന് പറയും. പ്രാധാന്യം മുതൽ അന്ത്യഷ്ടി വരെയുള്ളത്. അത് ഇതിൽ സമാവർത്തനം വരെയുള്ളൂ. പിന്നെ മിഴാവ് അവിടെ ബ്രഹ്മചാരിയാണ്, ചിരഞ്ജീവിയാണ്. അപ്പോൾ ബാക്കിയുള്ളതില്ല. അങ്ങനെ കഴിഞ്ഞുള്ള ഒരു മിഴാവാണ് അവിടെ ഉള്ളത്. അതാണ് ഈ അങ്കുരിയാങ്ക കൂത്തിന്, മന്ത്രാങ്ക കൂത്തിനൊക്കെ പറയുന്നത്. അതവിടെ ആ കൂത്ത് അവിടെ അതും ഹനുമാന്റെ ഇതിലാണ്. രാമായണം കഥയാണ് പറയുന്നത്. ചാക്യാര് ഹനുമാന്റെ വേഷം കെട്ടി ആണ് അത് അന്യോന്യത്തിന്റെ സമയത്ത് അല്ലല്ല. അത് അവർ ഇപ്പോൾ ശരിക്കും 12 ദിവസം വേണം അത്. അത് ഇപ്പോൾ ചിങ്ങമാസത്തിലാണ് ഇവിടെ. ചാക്യാമാരുടെ സൗകര്യം നോക്കിയിട്ട് അല്ലാണ്ട് എണ്ണം വളരെ കുറവാണ്. വിഭീഷണന് വിഗ്രഹം കിട്ടിയത് ദശരഥന് കുട്ടികളില്ലാണ്ട് അഗസ്ത്യ മഹർഷിയും ഒക്കെ പാടുപോയി മഹാവിഷ്ണുവിനെ പോയി കാണാനാണ്. മഹാവിഷ്ണു ഒരു വിഗ്രഹം കൊടുക്കണം, ഒരു ചതുർബാഹുവായിട്ട്. അത് വെച്ച് പൂജിച്ചോളൂ. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനുശേഷം